മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് എനിക്ക് അവസാനത്തേക്ക് സമയമേ ഇല്ലായിരുന്നു, ഇഷ്ടം പോലെ എഴുതാനും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലാസ്റ്റിലേക്ക് സ്പീഡിലാണ് എഴുതിയത്, കയ്യും വേദനിക്കുക, ആകെ കോഴി ചിക്കി പരത്തിയല്ലേ ചനകിയ മാതിരിയാണ് അവസാനം കിടക്കുന്ന എൻ്റെ ആൻസർ ഷീറ്റ്, ഒരു വൃത്തിയൊന്നും ഇല്ലാതെയാണ് എഴുതി വെച്ചതെന്ന്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് തുടക്കത്തിൽ അതേ ഭംഗിയോടെ തന്നെ നിങ്ങളുടെ അവസാനത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യനിലും നിങ്ങളുടെ ആൻസർ ഷീറ്റ് അതേ ഭംഗിയോടെ നിലനിർത്താൻ പറ്റണമെന്ന്. അതിനുള്ള ആകെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. സ്പീഡ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് മിസ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഓണം എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും ഈ പറഞ്ഞ കുറച്ച് ടിപ്സ് പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡിൽ എഴുതാൻ പറ്റുന്ന കുട്ടികളായിട്ട് മാറാം. അപ്പോൾ അതിൻ്റെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പെണ്ണ് പിടിക്കുമ്പോണ്ടല്ലോ എപ്പോഴും നിങ്ങൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കാതെ, അല്ലാതെ കൈ ഇങ്ങനെയൊന്നും വെച്ച് എഴുതാതെ ഇങ്ങനെയുള്ള ലെവലിലേക്ക്, ഈ ഒരു ലെവലിലേക്ക്, അതായത് ഈ ഒരു ലെവലിൽ പിടിച്ച് എഴുതി വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പെണ്ണ് എടുക്കുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര തടിയുള്ള ടൈപ്പ് പെണ്ണ് എടുക്കാതെ ഭയങ്കര ചെറിയ കുഞ്ഞ് മെലിഞ്ഞ നമ്മുടെ കൈവിരലുകൾക്ക് ഇങ്ങനെ പാകമാവുന്ന രീതിയിലുള്ള പെണ്ണ് എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കണം. എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു റഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് പാറ്റേൺസ് വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരച്ചാൽ പിന്നെ അവിടെ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് വരയ്ക്കണം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് വരയ്ക്കുക, പിന്നെ അവിടെ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് വരയ്ക്കുക. ഈ പാറ്റേൺസ് ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ കുറേ നേരം ഒരു 10-15 മിനിറ്റ് നേരത്തിനുള്ളിലെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ കുറേ പാറ്റേൺസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് ഇതാ ഇപ്പം ഇങ്ങനെ വരച്ച്, പിന്നെ ഇങ്ങനെ വരച്ച്, പിന്നെ അത് ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങൾ ഒരുപാട് തവണ വരച്ചുകൊണ്ടേയിരിക്കുക, ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക, പഠിക്കുന്ന സമയം നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ വായുവിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ മനസ്സിൽ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ വായുവിൽ എഴുതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങളുടെ കൈക്കൊക്കെ ഭയങ്കര സ്പീഡ് കിട്ടും, എക്സസൈസ് ആവും. നമ്മൾ വാമപ്പ് ചെയ്യാമെന്ന് പറയില്ലേ, നമ്മൾ ഒരു ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് വാമപ്പ് ചെയ്യാൻ തരില്ല, അത് നമ്മുടെ ബോഡി ഒന്ന് സെറ്റ് ആക്കി എടുക്കും അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ കൈക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വാമപ്പ് കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സ്പീഡ് കൂടും. വെറുതെ സ്പീഡ് കൂടുക മാത്രമല്ല, നിങ്ങൾ എഴുതുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതിയും കൊണ്ട് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ കൈക്ക് ഉണ്ടാകുന്ന പെയിൻ ഉണ്ടല്ലോ, കുറേ എഴുതി കൈക്കൊരു പെയിന് വരും, ആ പെയിനൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ ആ തുടക്കത്തിലെ ഭംഗി നിങ്ങൾക്ക് അവസാനം വരെ, നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ വരെയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക.